+1 അഡ്മിഷൻ്റെ ഫൈനൽ ലാപ്പിലാണ് നമ്മളുള്ളത്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ബാക്കിയുള്ളത്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക, എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിൽ ഒരു സ്കൂളിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഭാഗമാകാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യേണ്ടത്? നിലവിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾ കാര്യമായ എഡിറ്റിങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലാണോ വേക്കൻസി ഉള്ളത് ആ സ്കൂളുകളുടെ വേക്കൻസികൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ ആ താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് വേണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിലെ കോമ്പിനേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ജൂൺ 28 ഈ വേക്കൻസിയുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുക.